CPI ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ അസ്വസ്ഥരാണ്. CPIക്ക് ഒരു ലോക്സഭാ സീറ്റും ലഭിച്ചില്ല എന്നത് മാത്രമല്ല, തിരുവനന്തപുരത്ത് അതിദയനീയമായി 3-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതും, അതുപോലെ തന്നെ ഒരു രീതിയിലും പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്ത് CPIM അവരോടൊപ്പം ചേർന്നില്ല എന്നതും കുറ്റമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുമാത്രമല്ല, ബിനോയ് വിശ്വം കൃത്യമായി പറയുന്നു, ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയും CPMും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സംശയം ഉണ്ട്. ഇതിനിടയിൽ സി പി ഐയിലെ ഒരു വിഭാഗം RSPയിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടും വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ RSPക്ക് നിയമസഭയിൽ ഒരു സാന്നിധ്യവുമില്ല. എന്നാൽ ലോക്സഭയിൽ കൊല്ലം ലോക്സഭാ സീറ്റ് അവർ തുടരെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 തവണയും അവർ വലിയ രീതിയിലുള്ള നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. RSP ആളില്ലാ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന CPIMന് ഇതുവരെയും കൊല്ലത്ത് ഒരു അപ്രമാദിത്വം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIയിൽ ഒരു കൂട്ടം UDFിലേക്ക് ചേക്കേറാൻ പല പാർട്ടികളിലേക്ക് നോക്കുന്നു എന്നത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ് എന്നതിൽ ഒരു സംശയമില്ല. കേരള കോൺഗ്രസ് എം, അതായത് മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ പാർട്ടി CPI ആണ്. CPI അത് കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CPIMന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. CPIക്കാണ് മന്ത്രിസ്ഥാനം ഒന്ന് നഷ്ടമായതും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കുള്ളിൽ ഉടലെടുത്തതും. അത് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന കാലത്തെ ഉടലെടുത്ത പ്രശ്നങ്ങൾ തന്നെയാണ്. അത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജോസ് കെ മാണിയെ ഇനിയും കൂടുതൽ പരിപോഷിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ വലിയ നഷ്ടം ഇടതുപക്ഷത്തിന് തന്നെ ഉണ്ടാകും എന്നത് വ്യക്തം. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും നിരവധി പേർ രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ കോട്ടയത്ത് വലിയ ആധികാരികത ജോസഫ് ഗ്രൂപ്പിന് നേടിയെടുക്കാൻ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ സാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജാണ്. അതായത് ജോസഫ് ഗ്രൂപ്പിന് അപ്രമാദിത്വം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ജോസ് കെ മാണിക്ക് ഇനി കാര്യമായി കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയുണ്ടാകില്ല എന്നതും യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. KM മാണിയുടെ മരണത്തോടു കൂടി കേരള കോൺഗ്രസ് എം പരിപൂർണമായി തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ തന്നെ അവർക്ക് 6 സീറ്റ് ലഭിച്ചെങ്കിലും ഇടതുപക്ഷം ഇനി തകരാൻ പോകുന്നത് അതിലെ പ്രധാന കണ്ണിയായി മാണി കോൺഗ്രസും കാണും എന്നതാണ് ഇപ്പോൾ LDFിൽ തന്നെ ഉണ്ടാകുന്ന ചർച്ച. CPIയെ വേണോ കേരള കോൺഗ്രസ് എമ്മിനെ വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നാണ് ബിനോയ് വിശ്വവും ഇപ്പോൾ പറയുന്നത്.